കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കൊച്ചി മെട്രോയ്ക്ക് 433.39 കോടി രൂപ നഷ്ടം. മുൻവർഷത്തേക്കാൾ 100 കോടിയിലധികമാണ് നഷ്ടം വന്നിരിക്കുന്നത്. വരുമാനം 46 കോടി രൂപ വർദ്ധിച്ചതായും വാർഷിക വരുമാന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, എന്താണ് ഈ വാർഷിക വരുമാന റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം? രജിത്ത്, 7ാം വർഷത്തിലേക്ക് മെട്രോ കടക്കുമ്പോഴും അത് ലാഭത്തിലേക്കായിട്ടില്ല എന്നാണ് നമുക്ക് ഇത്തവണത്തെ കണക്ക് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വരുമാനത്തിലടക്കം വർധനവുണ്ടായെന്ന് മെട്രോ പറയുമ്പോഴും നഷ്ടക്കണക്കും അതനുസരിച്ച് കൂടുകയാണ്. കഴിഞ്ഞ തവണ ഏകദേശം 433 കോടി രൂപയാണ് ഈ വർഷത്തെ നഷ്ടം. അത് കഴിഞ്ഞ തവണ 335, അതായത് ഏകദേശം 100 കോടിയുടെ വർധനവ് ഈ നഷ്ട ഇനത്തിൽ മാത്രം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മെട്രോ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് നഷ്ടത്തോടൊപ്പം തന്നെ വരുമാനത്തിന് വർധനവുണ്ടായിട്ടുണ്ടെന്നാണ്. കഴിഞ്ഞ തവണ 151 കോടി രൂപയാണ് ഈ കൊച്ചി മെട്രോയുടെ പ്രവർത്തനം വഴി ലഭിച്ചത്. ഒപ്പം മറ്റ് ഇതര വരുമാനങ്ങളായി 95 കോടി രൂപയും ലഭിച്ചു. അങ്ങനെ ആകെ മൊത്തം 246 കോടി രൂപയാണ് വരുമാന ഇനത്തിൽ ലഭിച്ചത്. അത് കഴിഞ്ഞ വർഷം 200 ആണ്. അതായത് 46 കോടിയുടെ ഒരു വരുമാന വർധനവ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചെലവ് കാര്യമായി വർദ്ധിച്ചതാണ് ഈ 100 കോടിയുടെ നഷ്ടക്കണക്കിലേക്ക് കാര്യങ്ങൾ പോയത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കൊച്ചി മെട്രോ ഇപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ച് കാക്കനാട് വരെയുള്ള സ്ട്രെച്ച് ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്നലെ മുഖ്യമന്ത്രി തന്നെ മെട്രോ റെയിൽ കോഴിക്കോടും തിരുവനന്തപുരത്തേക്കും നീട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിവേദനം കൈമാറിയിട്ടുണ്ട്. അതുകൂടി എത്തുമ്പോൾ മെട്രോ ഫുൾ സ്ട്രെച്ചിലാകുമ്പോൾ ഒരുപക്ഷെ മെട്രോ റെയിൽ ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ ലാഭത്തിലാകും എന്നാണ് ലഭിക്കുന്നത്. എന്തായാലും വലിയ പ്രചാരം മെട്രോക്ക് ലഭിക്കുന്നുണ്ട്. പ്രതിവർഷം 20 ലക്ഷത്തിലധികം ആളുകൾ അല്ലെങ്കിൽ 30 ലക്ഷത്തിലധികം ആളുകൾ കൊച്ചി മെട്രോ ഉപയോഗിക്കുന്നുണ്ട്. വരും വർഷങ്ങളിലായിരിക്കും അത് ഒരു ലാഭത്തിലേക്ക് എത്തുക. റീജിത്ത്, വിഷ്ണു, ഈ വായ്പാ ഇനത്തിലുള്ള തിരിച്ചടവൊക്കെ ശേഷിക്കുന്നുണ്ട്. അത് ബാക്കിയായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിനിടയിൽ നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ കൂടുതൽ മേഖലകളിലേക്ക് അതിൻ്റെ സർവീസ് വ്യാപിപ്പിക്കാനുള്ള നീക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനിടയിൽ ഒരു പ്രതീക്ഷിച്ച വരുമാനത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതിനെ മറികടക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ആലോചിക്കുമോ ഇതിന് പിന്നാലെ? റിജിത്ത്, തീർച്ചയായും വരുമാനത്തിലേക്ക് എത്താനുള്ള ഒരുപാട് നടപടികൾ മെട്രോ സ്വീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പരസ്യ വരുമാനം അടക്കം മെട്രോയ്ക്കുണ്ട്. കൂടുതൽ സ്രോതസ്സുകൾ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ വർഷം വരുമാനത്തിൽ വർധനമുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതായത് നഷ്ടക്കണക്ക് പറയുമ്പോഴും വരുമാനത്തിൽ വർധനമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വർഷം 246 കോടി രൂപയാണ് മെട്രോയ്ക്ക് വരുമാന ഇനത്തിൽ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അത് 200 കോടിയാണ്. അതായത് 46 കോടി രൂപയുടെ വർധനമുണ്ട്. പക്ഷേ ചെലവും അതനുസരിച്ച് വർദ്ധിച്ചതാണ് ഈ 100 കോടിയുടെ നഷ്ടക്കണക്കിലേക്ക് എത്തിയത്. അത് മറികടക്കാനുള്ള നടപടി ഉറപ്പായും മെട്രോ റെയിൽ കോർപ്പറേഷൻ സ്വീകരിക്കും. ഒപ്പം ആളുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനയും അതും വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഒരു പ്രതിമാസം തന്നെ ഏകദേശം 10 ലക്ഷത്തിലധികം ആളുകൾ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യുന്നുണ്ട്. വിദേശികളടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ വിനോദസഞ്ചാര മേഖല അടക്കമുള്ള ആളുകൾ. വാട്ടർ മെട്രോയുമായി ബന്ധിപ്പിക്കുന്ന ടൂറിസ്റ്റ് സർക്യൂട്ട് അല്ലെങ്കിൽ മെട്രോ സർക്യൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. ഉറപ്പായും ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ മെട്രോ ലാഭത്തിലാകുമെന്ന് നമുക്ക് വിലയിരുത്താം.